പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ നേഷൻ ഫസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് കൂടി നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ എസ് ശ്രീകാന്ത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. തുഗ്ലക് ക്രസൻറ്റ് ആണ് ഈ മേഖല. എനിക്ക് വലതുവശത്തായി ഒരു പാർക്ക് കാണാം. ആ പാർക്കിനൊരു വലിയ പ്രത്യേകതയുണ്ട്. അതായത് ഭാരത് ആസിയാൻ മൈത്രി പാർക്ക് എന്നുള്ളതാണ് അതിൻ്റെ പേര്. ആസിയാൻ രാജ്യങ്ങളും അതോടൊപ്പം ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ സഹകരണത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള ഒരു പാർക്കാണ് ഭാരത് ആസിയാൻ മൈത്രി പാർക്ക് എന്ന് പറയുന്നത്. അതിന് തൊട്ടു മുന്നിലാണ്, അതിനും അപ്പുറം മലയാളികൾക്ക് കൂടി ചിരപരിചിതനായ നമ്മുടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ താമസിക്കുന്നതും ഇതിന് തൊട്ടടുത്താണ്. അതാണ് ഈ ഒരു മേഖല. ഇത് പ്രധാനപ്പെട്ട ആളുകൾ, മന്ത്രിമാർ, അതോടൊപ്പം തന്നെ സുപ്രീം കോടതി ജഡ്ജിമാർ ഉൾപ്പെടെ താമസിക്കുന്ന ഒരു മേഖലയാണ് തുഗ്ലക് ക്രസൻറ്റ് എന്ന് പറയുന്നത്. തന്ത്രപ്രധാന മേഖല കൂടിയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത, അത് കുറച്ച് ദിവസങ്ങളായി തന്നെ നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ തോതിൽ ചർച്ചയാക്കുന്നുണ്ട്. അത് ഇന്ധന വിലയുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ തന്നെ ഇന്ധനവില കുതിക്കാൻ പോകുന്നു, രാജ്യം വലിയ പ്രതിസന്ധിയിലേക്ക് പോകാൻ പോകുന്നു എന്ന രീതിയിൽ വാർത്തകൾ ധാരാളം നമ്മൾ കണ്ടു കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ ജനങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലൊക്കെയായിരുന്നു ഈ വാർത്തകൾ പടച്ചുവിട്ടത്. പക്ഷേ അവർക്കും അറിയാം, അത്യാവശ്യം വാർത്തകൾ കാണുന്ന പത്രം വായിക്കുന്ന ആളുകൾക്കും അറിയാം, ഈ ഹോർമുസ് കടലിടുക്കിൽ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നതും പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ടും എല്ലാ രാജ്യങ്ങളിലും ഇതിനോടകം തന്നെ ഇന്ധന വിലയിൽ വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് എന്ന്. ഇന്ത്യയിൽ ഈ നിമിഷം വരെ ഇന്ധന വിലയിൽ, പെട്രോൾ ഡീസൽ വിലയിൽ 1 രൂപ പോലും, 1 അണ പൈസ പോലും വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. അതിന് ഇടയിലാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നത്. അപ്പോൾ പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് ശേഷം ഈ ലോകത്തെ വികസിത രാജ്യങ്ങളിലും പിന്നാക്കം നിൽക്കുന്ന രാജ്യങ്ങളിലും അടക്കം ഈ ഇന്ധന വിലയിൽ വില വർദ്ധിച്ചതിൻ്റെ വിവരങ്ങളാണ് നൽകാൻ പോകുന്നത്. അങ്ങനെ ഒരു പാക്കേജ് ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കായി നൽകുകയാണ്. അത് കണ്ടുവരാം. 2026 ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കണക്ക് പ്രകാരം പശ്ചിമേഷ്യൻ പ്രതിസന്ധി പല രാജ്യങ്ങളിലും ഇന്ധനവിലയിൽ 50% മുതൽ 100% വരെ വർധനവിന് കാരണമായിട്ടുണ്ട്. 101% വില വർധനവുമായി മ്യാൻമാർ ആണ് ലോകത്ത് 1ാം സ്ഥാനത്ത്. ഫിലിപ്പീൻസ് 72.6%, മലേഷ്യ 68.1%, ലാവോസ് 45.6%, കംബോഡിയ 40.4%വുമായി തൊട്ടു താഴെയുണ്ട്. രാജ്യത്ത് ആവശ്യമായ ഇന്ധനത്തിന് ഈ രാജ്യങ്ങൾ ഇറക്കുമതിയെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. യുദ്ധം കാരണം സപ്ലൈ തടസ്സപ്പെട്ടതോടെ പ്രതിസന്ധി രൂക്ഷമായി. നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനിൽ 42% ഇന്ധനവിലയിൽ വർധനവ് രേഖപ്പെടുത്തിയത്. നേപ്പാളിൽ 39.5%, ശ്രീലങ്കയിൽ 33.8% എന്നിങ്ങനെ വില ഉയർന്നപ്പോൾ ഇന്ത്യയിൽ 1% പോലും വില വർധനവ് ഇനിയും രേഖപ്പെടുത്തിയിട്ടില്ല. ഇറാനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള അമേരിക്കയിൽ 35.1% വില വർധന. കാനഡ 28.9%, പെറു 35.6%, പനാമ 38.5%, ആഫ്രിക്കൻ രാജ്യങ്ങളായ സിംബാബ്വെ 42.9%, ടാൻസാനിയ 37%, മലാവി 34.4% എന്നിങ്ങനെ മറ്റിടങ്ങളിലും വില കുതിച്ചുയരുകയാണ്. യൂറോപ്പിലും സ്ഥിതി വ്യത്യസ്തമല്ല. UK 20%, ജർമ്മനി 18.6%, ഫ്രാൻസ് 19.8%, ഫിൻലൻഡ് 9.6% എന്നിങ്ങനെ മിതമായ തോതിലെങ്കിലും വർധനവ് ഉണ്ടായി. പ്രധാന എണ്ണ ഉൽപാദക രാജ്യങ്ങളായ സൗദി അറേബ്യയും അൾജീരിയ, റഷ്യ, ബ്രസീൽ എന്നിവിടങ്ങളിലും പ്രതിസന്ധി കാര്യമായി ബാധിച്ചിട്ടില്ല. സ്വന്തം ഉൽപാദനത്തെ ആശ്രയിച്ച് വില നിയന്ത്രിച്ചു പോരുന്നുണ്ട്. എണ്ണ ഇറക്കുമതിയെ ആശ്രയിച്ചു പോന്നിട്ടും
ഇന്ത്യയിൽ ഇതുവരെയും ഇന്ധനവിലയിൽ മാറ്റം വന്നിട്ടില്ല എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അതേസമയം പൊതുമേഖല എണ്ണ കമ്പനികൾ ഉൾപ്പെടെ പ്രതിദിനം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടത്തിലാണ് പിടിച്ചു നിൽക്കുന്നത്. പ്രതിസന്ധി തുടരുന്ന പക്ഷം ലോകത്ത് എല്ലായിടത്തെയും പോലെ വിലവർധനവല്ലാതെ മറ്റ് പോംവഴികൾ ഇവിടെയും ഇല്ലാതെ വരും. 2022 ശേഷം ഇതുവരെയും രാജ്യത്ത് ഇന്ധനവില വർദ്ധിപ്പിച്ചിട്ടില്ല എന്നതും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പെട്രോൾ ഡീസൽ വില വർധനവുമായി ബന്ധപ്പെട്ട് ഈ പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഈ ലോകത്താകമാനം ഇന്ധനവിലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ഒരു ചെറു വിവരണമാണ് ഇപ്പോൾ നിങ്ങൾ നേഷൻ ഫസ്റ്റിൽ കണ്ടത്. ഈ രാജ്യത്തെ പൗരന്മാരെ, സാധാരണക്കാരായ ജനങ്ങളെ സ്വാഭാവികമായും ഇന്ധനവിലയിൽ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ബാധിക്കും. അത് സത്യം തന്നെയാണ്. പക്ഷേ അതിൽ ഇന്ത്യക്ക് മാത്രമായി പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഹോർമുസ് കടലിടുക്ക് കടന്ന് ഇന്ധനം വഹിച്ചുകൊണ്ടുള്ള കണ്ടെയ്നറുകൾ എത്തുന്നതിന് അനുവദിക്കുന്നില്ല ഇറാനും അമേരിക്കയും എന്നുള്ളതാണ് വസ്തുത. ലോകമാസകലം എല്ലാ രാജ്യത്തും ഈ രീതിയിൽ വളരെ വലിയ തോതിൽ ഇന്ധന വില വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ടതാണ്. 2022 ശേഷം ഇന്ത്യയിൽ ഇതുവരെയും പെട്രോൾ ഡീസൽ വിലയിൽ വർധനവ് വരുത്തിയിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. ഈ നിമിഷം വരെ ഈ ഹോർമുസ് കടലിടുക്കിൽ പ്രതിസന്ധി ഉണ്ടാവുകയും പശ്ചിമേഷ്യൻ യുദ്ധം ഉണ്ടാവുകയും ചെയ്ത ശേഷം ഇന്ത്യയിൽ ഇതുവരെയും എണ്ണവിലയിൽ വർധനവ് ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ തന്നെ ഈ രാജ്യത്ത് ഭീതി ഉണ്ടാക്കാനും തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള നീക്കം നടക്കുന്നതിനെ നമ്മൾ കാണേണ്ടത്. രാജ്യം അഭിമുഖീകരിക്കുന്നത് വല്ലാത്ത പ്രതിസന്ധിയാണ്. രാജ്യം മാത്രമല്ല, ലോകവും അതിനൊത്ത് നമ്മളും സഹകരിച്ചേ തീരൂ, വളരെ കുറച്ചു കാലത്തേക്കെങ്കിലും എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അതേസമയം LPG ഗ്യാസുമായി നമ്മുടെ ഒരു ശ്രം ശക്തി എന്ന് പറയുന്ന ഒരു വലിയ കണ്ടെയ്നർ ഇന്ത്യയിലേക്ക് ഹോർമുസ് കടലിടുക്ക് കടന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്ന ശുഭകരമായ വാർത്ത കൂടി ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഓയിൽ പ്രൈസുമായി ബന്ധപ്പെട്ട വാർത്തയിൽ നിന്നും നമ്മൾ വളരെ വേഗം പോകുന്നത് ബംഗാളിലെയും അസമിലെയും തെരഞ്ഞെടുപ്പ് റിസൾട്ട് നാളെയാണ്. അത് കേരളത്തിലും പുതുച്ചേരിയിലും തമിഴ്നാട്ടിലുമൊക്കെയുണ്ട്. നമ്മളപ്പോൾ ബംഗാളും അസമുമാണ് ഡൽഹി ബ്യൂറോയിൽ നിന്നും കൂടുതലായി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ബംഗാളിൽ കഴിഞ്ഞ ദിവസം ഫാൾട്ടയിൽ തെരഞ്ഞെടുപ്പ് റീപോളിംഗ് നടന്നെങ്കിലും 15 നടന്നെങ്കിലും വലിയ അക്രമം അവിടെ നടക്കുകയുണ്ടായി. തൃണമൂൽ കോൺഗ്രസ് നേതാവ് കൂടിയായ ജഹാംഗീറിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ അയാളുടെ ഗുണ്ടകളാണ് ഇത്തരത്തിൽ അക്രമം അഴിച്ചുവിടുകയുണ്ടായത്. ആ ഒരു പ്രതിസന്ധി, ആ ഒരു പശ്ചാത്തലത്തിൽ മെയ് 21 വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മാത്രമല്ല, നാളെ ഈ വോട്ടെണ്ണൽ നടക്കുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയും PSUവിലെ ഉദ്യോഗസ്ഥരെയുമാണ് അവിടെ വോട്ടെണ്ണുന്നതിന് നിയോഗിച്ചിട്ടുള്ളത്. 700 കമ്പനി CRPF അവിടെ ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. മാത്രമല്ല, അസമിലെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അസമിൽ കോൺഗ്രസ് ശിവകുമാറും DK ശിവകുമാറും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ സർക്കാർ രൂപീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന കണക്കുകൂട്ടലിൽ അസമിൽ ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. പക്ഷേ വന്ന എക്സിറ്റ് പോളുകളെല്ലാം NDA 100 സീറ്റിനടുത്ത് നേടും എന്നുള്ളതാണ് പറയുന്നത്. അവിടെയും വോട്ടെണ്ണലിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. നാളെ രാവിലെ മുതൽ ജനം TVയിൽ ഡൽഹിയിൽ നിന്നും അസമിലെയും ബംഗാളിലെയും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി നമ്മുടെ ടീം ചേരും. മുഴുവൻ പേരും ജനം TVയിൽ തന്നെ തുടരുക. നാളെ ഈ വോട്ടെണ്ണൽ ദിവസം നമുക്ക് ഗംഭീരമാക്കി മാറ്റാം. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ തിരുപ്പതി ദേവസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. നമുക്കറിയാം, നമ്മൾ മലയാളികൾ ഉൾപ്പെടെ ദക്ഷിണേന്ത്യക്കാർക്കുൾപ്പെടെ തിരുപ്പതി എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം ആണ് എന്ന്, തിരുപ്പതി വെങ്കടേശ്വരൻ എത്രത്തോളം നമുക്ക് പ്രിയപ്പെട്ടതാണ് എന്നറിയാം. കേരളത്തിൻ്റെ കുലദൈവം അത് അയ്യപ്പൻ എന്ന് പറയുന്നത് പോലെ ആന്ധ്രാപ്രദേശിലെ ഈ തെലങ്കാനയുടെ അവരുടെ കുലദൈവം കൂടിയാണ് തിരുപ്പതി വെങ്കടേശ്വരൻ. അവിടെ ഈ YSR കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭരണം നടന്ന കാലയളവിൽ തിരുപ്പതിയിൽ നടന്ന വൃത്തികേടുകൾ, അഴിമതികൾ അത് ഓരോന്നോരോന്നായി പുറം ലോകത്തേക്ക് വരികയാണ്.
ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ തിരുപ്പതിയിൽ നടത്തിയ അഴിമതി, തിരുപ്പതി ദേവസ്ഥാനത്തെ നശിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, അത് ഓരോന്ന് പുറത്തു വരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, തിരുപ്പതിയിലൊക്കെ നമ്മുടെ ആളുകൾ പോകുമ്പോൾ അവിടെ നിന്നും ലഡ്ഡു കൊണ്ടുവരാറുണ്ട്. തിരുപ്പതി വെങ്കടേശ്വരന്റെ പ്രസാദമായി ഏറ്റവും കൂടുതൽ ആളുകൾ കൊണ്ടുവരുന്നത് ലഡ്ഡുവാണ്. അത് ഏറ്റവും പവിത്രമായ സാധനമാണ്. നമ്മൾ ശബരിമലയിൽ അരവണ എന്നതുപോലെ നമ്മൾ കണക്കാക്കുന്നതാണ് തിരുപ്പതിയിലെ ലഡ്ഡു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ തിരുപ്പതിയിലെ ലഡ്ഡുവിൽ നെയ്യ് ഉപയോഗിച്ചാണ് അത് ഉണ്ടാക്കുന്നത്. ഈ നെയ്ക്ക് പകരം മൃഗക്കൊഴുപ്പും മറ്റ് കെമിക്കലുകളും ചേർന്ന് ഒരു പ്രത്യേക രാസവസ്തു, ഒരു മിശ്രിതം ഉണ്ടാക്കി നെയ്ക്ക് പകരം ഉപയോഗിച്ചു എന്നുള്ള വാർത്ത ഞെട്ടിക്കുന്നതായിരുന്നു. അനേക ലക്ഷം ഭക്തർ ഈ മൃഗക്കൊഴുപ്പും അതോടൊപ്പം ഈ കെമിക്കലുകളും അടങ്ങിയ ലഡ്ഡു വാങ്ങി കഴിക്കുകയും ചെയ്തു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ഏകാംഗ കമ്മീഷനെ അവിടുത്തെ സർക്കാർ നിയോഗിച്ചിരുന്നു. അതിന്റെ വിവരങ്ങൾ പുറത്തു വരികയാണ്. IAS ഉദ്യോഗസ്ഥനായ ദിനേഷ് കുമാർ നേതൃത്വം നൽകിയ ഏകാംഗ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്, കരാറുകൾ നൽകിയതിൽ, ഈ നെയ്യ് വാങ്ങുന്നതിന് കരാറുകൾ നൽകിയതിലടക്കം മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നുള്ളതാണ്. വലിയ തോതിൽ തട്ടിപ്പ് നടന്നു എന്നാണ് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത്. YSR കോൺഗ്രസിന്റെ നേതാവ് ചെവിറെഡ്ഡി ഭാസ്കർ റെഡ്ഡി, മുൻ ഈ തിരുമല ദേവസ്വം ചെയർമാൻ ഭൂമന കരുണാകർ റെഡ്ഡി, M രാമുലു, ചീഫ് അക്കൗണ്ട്സ് ഓഫീസർ O ബാലാജി എന്നിവർക്കെതിരെയാണ് ഈ കണ്ടെത്തലുകൾ വന്നിട്ടുള്ളത്. ഒന്ന് ഓർക്കണം, കേരളത്തിൽ ശബരിമലയെ CPIM-ന്റെ നേതൃത്വത്തിൽ അവിടുത്തെ സ്വർണ്ണമടക്കം അടിച്ചുകൊണ്ടുപോയി നശിപ്പിച്ചെങ്കിൽ, അത് തകർക്കാൻ ശ്രമിച്ചെങ്കിൽ, ഈ നിരീശ്വരവാദിയായ YS ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ YSR കോൺഗ്രസ് അവിടെ ഭരിച്ചപ്പോൾ ആ പുണ്യമായ സ്ഥലം അത് നശിപ്പിക്കുന്നതിന് വേണ്ടി എത്രത്തോളം ഹീനമായ പ്രവൃത്തിയാണ് നടന്നത് എന്ന് ഓർക്കണം. മൃഗക്കൊഴുപ്പടങ്ങിയ കെമിക്കലുകൾ അടങ്ങിയ ആ ലഡ്ഡു എത്രയോ ഭക്തർ കഴിച്ചിട്ടുണ്ടാകണം എന്നുള്ളതും നമ്മൾ ഓർക്കണം. CBI അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. എന്താകും അവസാനത്തെ തീരുമാനം എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി നൽകാനുള്ളത് നമ്മുടെ ദേശ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ്. നേഷൻ ഫസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും ദേശീയ തലത്തിൽ നമ്മുടെ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത എല്ലാ എല്ലാ സെഗ്മെന്റുകളിലും എല്ലാ ദിവസവും ഉൾപ്പെടുത്തുക എന്നതുകൂടിയാണ്. അപ്പോൾ അഗ്നി മിസൈലുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നുണ്ട്. അത് നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കുകയാണ്. ഇന്ത്യയുടെ ദീർഘദൂര തന്ത്രപ്രധാന മിസൈൽ ശേഷിയിൽ നിർണായക വഴിത്തിരിവാകാൻ പോകുന്ന അഗ്നി 6 മിസൈൽ നിർമ്മാണത്തിന് പൂർണ്ണ സജ്ജമാണെന്ന് നമ്മുടെ പ്രതിരോധ ഗവേഷണ കേന്ദ്രം DRDO ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. DRDOയുടെ ചീഫ് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. നിലവിലുള്ള അഗ്നി ശ്രേണിയിലെ മിസൈലുകളേക്കാൾ കൂടുതൽ ദൂരപരിധിയും അതോടൊപ്പം കൂടുതൽ ഭാരം വഹിക്കാനുള്ള ശേഷിയും ഈ അഗ്നി 6ന്റെ പ്രത്യേകതയാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 8000 കിലോമീറ്റർ മുതൽ 12000 കിലോമീറ്റർ വരെ ദൂരപരിധി ഈ മിസൈലിന് ഉണ്ടാകും. ഇത് ഭൂഖണ്ഡാന്തര മിസൈൽ ആണ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഈ പ്രതിരോധ രംഗത്ത്, ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ നമുക്ക് കരുത്താകാൻ പോകുന്ന ഒരു വലിയ വാർത്തയാണ് നമുക്കിപ്പോൾ പുറത്ത് കിട്ടുന്നത്. നമുക്കറിയാം, അയൽ രാജ്യങ്ങളുമായി അത്ര നല്ല രസത്തിലല്ല. ഇന്ത്യയെ ഏത് വിധേനയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ ജീവിക്കുന്നത് തന്നെ. സ്വയം നശിച്ചാലും വേണ്ടില്ല, ഭാരതത്തെ എങ്ങനെയും നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ നമ്മുടെ സുരക്ഷ നമ്മുടെ കർത്തവ്യമാണ്. അതിനുവേണ്ടി നമ്മുടെ ശാസ്ത്രജ്ഞർ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നൽകിയ വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ധനവിലയുമായി ബന്ധപ്പെട്ട വാർത്തയായിരുന്നു. LPG ക്ഷാമമുണ്ട് എന്ന തരത്തിൽ പ്രചാരണങ്ങൾ നടത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ ഓർക്കേണ്ടത്, ശ്രം ശക്തി എന്ന് പറയുന്ന ഒരു കണ്ടെയ്നർ ഹോർമുസ് കടലിടുക്ക് കടന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഇന്ധന പ്രതിസന്ധിയോ ഈ ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട ഗ്യാസുമായി ബന്ധപ്പെട്ട കടുത്ത പ്രതിസന്ധിയോ ഇല്ല. പക്ഷേ നമുക്ക് സാധനം മുൻപ് കൊണ്ടുവന്നിരുന്നതിൻ്റെ അത്രയും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. അതൊരു വസ്തുതയാണ്. എല്ലാ രാജ്യങ്ങളും അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി ഇന്ത്യയിലും ഉണ്ട്. രണ്ടാമത് പറഞ്ഞത് ബംഗാൾ അസം ഇലക്ഷനാണ്. അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് ഇനി. അതുമായി ബന്ധപ്പെട്ട ഓരോ വാർത്തയും നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇന്നത്തെ നേഷൻ ഫസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്.